എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ITI അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂൺ 29-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇതുവഴി സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് സംബന്ധിച്ചുള്ള യൂസർ മാനുവലും അതുപോലെ തന്നെ പ്രോസ്പെക്ടസും ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോസ്പെക്ടസിൽ അതായത് നിങ്ങൾക്ക് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം, അതായത് യൂസർ മാനുവലിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ID ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓപ്ഷൻസ് നൽകേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പേജിലും എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നിങ്ങനെയൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള വിശദീകരണങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു ITI കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിങ്ങനെ സംബന്ധിച്ച് എല്ലാവിധ ഡീറ്റെയിൽസുകളും ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ മാനുവൽ നോക്കിയിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ 104 ഗവൺമെൻറ് ITIകളിലേക്കും ഈ ഒരു പ്രവേശനത്തിന് പോർട്ടലിലൂടെ ഒരു അപേക്ഷ മാത്രമേ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.